ഹലോ ഗൈസ്, ഇന്ന് നമ്മളവിടെ നല്ലപോലെ മഴ പെയ്ത് നല്ല രസമായിട്ട് പെയ്ത്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഈ ചൂടൊക്കെ ഒന്ന് മാറിയപ്പോൾ എന്ത് ആശ്വാസം എന്നാണ്. നല്ലൊരു ആശ്വാസമായിരുന്നു മഴ പെയ്തപ്പോഴത്തേക്ക്. അങ്ങനെ നമ്മളെല്ലാം മഴ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് സാറും ഇറങ്ങി വന്നേ മഴ കാണാനായിട്ട്. ഒരുത്തൻ മാത്രം ഓഫീസിനകത്തിരുന്ന് വർക്ക് ചെയ്യുന്നു. നമ്മൾ ഇത്രയും പേര് മഴ കാണാനായിട്ട് പോയപ്പോൾ ഇവ മാത്രം വർക്ക് ചെയ്യുന്നു. സാറ് വരെ പുറത്തിറങ്ങി വന്നപ്പോൾ ഇവൻ മാത്രം അകത്ത്. ഇവൻ്റെ കൈക്ക് എന്തോ പറ്റിയെന്നാൽ ഇവൻ ഫുട്ബോൾ കളിച്ച സമയത്ത് ബോൾ എന്തോ കൊണ്ട് അവൻ്റെ കൈക്ക് എന്തോ ഒരു ചതവ് പറ്റിയതാണ്. അങ്ങനെ പിന്നെ സാറിൻ്റെ ഫോട്ടോ എടുപ്പായി രണ്ടുപേരും കൂടെ, ധനുജിത്തും രഞ്ജിന ചേച്ചിയും കൂടെ ഭയങ്കരമായിട്ട് അപ്പുറം ഇപ്പുറം നിന്ന് നന്നായിട്ട് ഫോട്ടോസ് എടുക്കണേ. സാറ് ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് അങ്ങ് നിൽക്കുകയാണ്. പക്ഷേ ഇവരെടുക്കണ ഫോട്ടോ മാത്രം അങ്ങോട്ട് ശരിയാവണില്ല. ഒരുത്തൻ്റെ അടുത്ത് മുഖം കാണിക്കാൻ പറഞ്ഞാൽ അവന് പിന്നെ ഭയങ്കര നാണമാണ്. അവന് ഇല്ല എവിടെ നിന്ന് വരുന്നതെന്തോ ഈ നാണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും കൂടി ഇന്ന് കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അങ്ങനെ സിറ്റിയിലോട്ട് പോവാം എന്ന് പറഞ്ഞ് നമ്മൾ ഈസ്റ്റോട്ട് പോയി. സാധാരണ നമ്മളെപ്പോഴും അവിടെ തന്നെ പോകുന്നത്. അങ്ങനെ ഫസ്റ്റ് രാമചന്ദ്രയിലാണേ പോയ. രാമചന്ദ്രയിൽ പോയപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു. പക്ഷേ ഒന്നും നമുക്ക് അങ്ങോട്ട് ബോധിച്ചില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനും അമ്മയും കൂടെ പിന്നെ ആർക്കെ വെഡ്ഡിങ് മാളിൽ പോയി. അവിടെ പോയിട്ടും എനിക്കും അമ്മയ്ക്കും അങ്ങോട്ട് ബോധിച്ചില്ല, എന്തോ നമുക്കിഷ്ടപ്പെട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഈ സ്റ്റോട്ടിൽ തന്നെ വന്നപ്പോഴത്തേക്ക് നല്ല പോലെ കണ്ട പൂവ് എപ്പോൾ വന്നാലും എനിക്ക് ഈ പൂക്കട കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാണ്. എന്താ ഭയങ്കര രസമാണ്, നല്ല രസമുണ്ടായിരുന്നു, നല്ല മണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞെന്ന് പൂവിന് നല്ല മണം ഉണ്ടെന്ന് ജമന്തിയെ കാണിച്ചിട്ട്. അപ്പോൾ സാറ് പറഞ്ഞു ജമന്തിക്ക് എവിടെ മണമെന്ന്. അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ട നല്ല രസമല്ലേ. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സന്ധ്യയ്ക്ക് കാണാൻ ഇവിടെ നൈസാണെന്ന്. അപ്പോൾ എന്ത് രസമായിരുന്നു ഈ സൈഡിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകാനും പത്മനാഭസ്വാമി ക്ഷേത്രം കാണാനും. കുളിക്കുക ഗൈസ്, അതൊക്കെ കാണാനായിട്ട് എന്ത് രസമായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് അതിനകത്ത് കുറേ തെണ്ടി നടന്നിട്ട് നമുക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മളെ തമ്പാൻ്റെ റെയിൽവേ സ്റ്റേഷൻ കണ്ട. അമ്മ എന്നെ കുറേ ഇരുന്ന് താറ്റണം, ബസ്സിരുന്ന് ഭയങ്കര താറ്റൊക്കെ ഓണി അമ്മ എന്നെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫൈനലി നമ്മൾ പോത്തീസിൽ നിന്ന് സാധനം എടുത്ത്. അതും വെള്ളായണിയിലെ പോത്തീസിൽ വന്ന് സാധനം എടുത്ത്. അവിടെ അത്രയും തെണ്ടി തിരിഞ്ഞിട്ട് ഈ ചക്ക നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരിക്കൽ ചക്ക തോരൻ വെച്ച് കുഞ്ഞു ചക്ക പറിച്ചതാണ്. നിങ്ങളവിടെ അമ്മമാരും ഇങ്ങനെ തന്നെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് അതിൻ്റെ അന്ത്യം കാണണ വരെ അതിനെ വെറുപ്പിച്ച് കൊല്ലും. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് സീരിയസ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ഒരു ദിവസത്തെ കറിക്കും കൂടെ ഉണ്ട്, അതും കൂടെ നിങ്ങളെ കാണിക്കണമെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ അമ്മ എന്നെ കൊല്ലും. എന്തോന്ന് ഉലുവപ്പുളിങ്കറിയാ എന്തോ ഒരു സംഭവമാണ്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാവേ. നിങ്ങൾ തന്നെ വിചാരിക്കും ഒരു ചക്ക വെച്ച് ഇവളിത് എന്തോന്ന് കാണിക്കണമെന്ന്. എനിക്കിടാതിരിക്കുക ഒരു നിവർത്തിയില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.